ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോകൾ കാണാം എന്നുള്ള ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ് നമ്മൾ എല്ലാ ദിവസവും 4-5 പേജുകൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇംഗ്ലീഷിൽ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ മലയാളത്തിലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്തവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണലി മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുമെന്നുള്ള പരമ്പരാഗത വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റത്തെ ഒരു 4 പേജിൽ വായിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിനി തുടർന്ന് വായിക്കാൻ പോവാണ്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇതിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. The only way to get out of the rat race is to prove your proficiency at both accounting and investing. അതായത് ഒരു റോബർട്ട് കിയോസാക്കി റാറ്റ് റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നായിട്ട് നമ്മൾ മുന്നത്തേൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു റാറ്റ് റേസിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള ആകെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിങ്ങിലും അതായത് സാമ്പത്തികമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതായത് പിന്നെ ഇൻവെസ്റ്റിങ്ങിലും പണം നമ്മൾ നിക്ഷേപിക്കുന്ന മാർഗ്ഗങ്ങളിൽ നമ്മുടെ പൈസ നിക്ഷേപിക്കുന്ന മാർഗ്ഗങ്ങളിലുള്ള നിങ്ങളുടെ കഴിവ് തെളിയിക്കൽ മാത്രമാണ് ആ ഒരു റേസിൽ നിങ്ങൾക്ക് ജയിക്കുന്നത് ഏക മാർഗം എന്നാണ് പറയുന്നത് കേട്ടോ. ആർഗ്യുബിളി 2 of the most difficult subjects to master. അതായത് അവർ പറയുന്നത് ഈ ഒരു 2 വിഷയമാണ്, അതായത് അക്കൗണ്ടിങ്ങും ഇൻവെസ്റ്റിങ്ങുമാണ് ലോകത്തിൽ കുറച്ച് എന്താ പറയുക മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയം എന്നാണ് പറയുന്നത്. അറിയില്ല, കാരണം നമ്മൾക്ക് അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല, കാരണം സയൻസ് ഒക്കെ പഠിക്കാൻ തന്നെ വളരെ എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങും ഇൻവെസ്റ്റിങ്ങും ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എന്നുള്ള ഒരു അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല കേട്ടോ. ആസ് എ ട്രെയിൻഡ് CPA who once worked for a big 8 accounting firm, I was surprised that Robert had made the learning of these 2 subjects both fun and exciting. അതായത് ഈ പുള്ളിക്കാരി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിയുടെ ഭർത്താവ് ലോവും പഠിച്ചിട്ടുണ്ട്, എൻജിനീയറിങ്ങും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരിയാണ് അക്കൗണ്ടിങ് ഫേമിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് ഈ 2 അക്കൗണ്ടിങ്ങിലും ഇതിലൊക്കെയുള്ള ഒരു പ്രാവീണ്യം കാണിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് കുറച്ച് സർപ്രൈസ് തോന്നി എന്നാണ് പറയുന്നത് കേട്ടോ. The process was so well discussed that while we were diligently working to get out of the rat race, we quickly forgot we were learning. അതായത് നമ്മൾ ആ ഒരു റേസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ. Soon a product test turned into a fun afternoon with my daughter talking about things we had never discussed before. അതായത് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നത്. അതായത് ഒരു എഡ്യൂക്കേഷണൽ ഭാഗത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിന് ഒരു പാറ്റൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റോബർട്ട് കിയോസാക്കി ഈ ഒരു റാറ്റ് റേസിൻ്റെ സങ്കല്പം കൊണ്ടുവന്നല്ലോ. അപ്പോൾ ആ ഒരു റേസ് കഴിയുന്നതോട് കൂടിയിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക്, അതായത് ആ അമ്മയും മകളും കളിച്ചിട്ടുണ്ട്, അമ്മയും കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഇന്നേ വരെ ജീവിതത്തിൽ ഉണ്ടാവാത്ത തലത്തിലുള്ള ഒരു ഡിസ്കഷനൊക്കെ ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റേസ് സഹായിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. As an accountant, playing a game that required an income statement and balance sheet was easy. I had the time to help my daughter and the other player at my table with the concept they did not understand. അതായത് ഈ ബാലൻസ് ഷീറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത കൂടെ കളിച്ചിരുന്ന മറ്റാളുകൾക്ക് ഈ സ്ത്രീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. I was the first person and the only person in the entire test group to get out of the rat race that day. അതായത് അന്നേ ദിവസം ആ റാറ്റ് റേസ് കളിച്ചതിൽ ഈ ഒരു സ്ത്രീ മാത്രമാണ് ആ റേസിൽ വിജയിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കടന്നത്. ബാക്കി കൂടെ കളിച്ച ആരും വിജയിച്ചില്ല അന്നത്തെ ദിവസം കേട്ടോ. I was out within 50 minutes, although the game went on for nearly 3 hours. ഏകദേശം മൊത്തം 3 മണിക്കൂറാണ് അവിടെ എല്ലാവരും കൂടിയിട്ട് ആ ഗെയിം കളിച്ചത്. ഒരു 50 മിനിറ്റ്സ്, ഏകദേശം ഒരു 1 അവറിന് താഴെ ഈ സ്ത്രീ റാറ്റ് റേസ് വിജയിച്ചിട്ട് പുറത്തേക്ക് കടന്നു. At my table was a banker, a business owner, and a computer programmer. What greatly disturbed me is how little these people knew about either accounting or investing. അതായത് ആ സ്ത്രീ പറയുന്നത് ഈ അക്കൗണ്ടിങ്ങിലും ഇൻവെസ്റ്റിങ്ങിലും ഇവർക്ക് ഇത്രയും വളരെ കുറച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ആ സ്ത്രീക്ക് ഉണ്ടായി. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്സ്. ഐ വാണ്ടഡ് ഹൗ ദേ മാനേജ് ദെയർ ഓൺ ഫിനാൻഷ്യൽ അഫയേഴ്സ് ഇൻ റിയൽ ലൈഫ്. അതായത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്വന്തം പേഴ്സണൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അത് ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലും അറിയാതെ ഈ ആളുകളൊക്കെ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആ സ്ത്രീ ചിന്തിക്കുന്നത് കേട്ടോ. I could understand with my 19-year-old daughter who would not understand, but these were grown adults at least
twice her age. അതായത് ആ ഗ്രൂപ്പിൽ കളിച്ച ആളുകൾ ഏകദേശം അവളുടെ മകളുടെ ഇരട്ടി പ്രായമുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ മകൾക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവൾ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവൾക്ക് ഈ സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രായമായിട്ടില്ല എന്ന് പറയാം. പക്ഷേ കൂടെ പഠിച്ച അല്ലെങ്കിൽ കൂടെ കളിച്ച മറ്റാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്, സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോഴും എന്നിട്ടും അവർക്കും സാമ്പത്തികമായിട്ടൊരു ഇൻവെസ്റ്റിങ്ങിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളത് ഈ ഒരു സ്ത്രീനെ അമ്പരപ്പിച്ചു എന്നുള്ള പോലെയാണ് പറഞ്ഞത് കേട്ടോ. After I was out of the rat race for the next 2 hours, I watched my daughter and these educated, affluent adults roll the dice and move their markers. അതായത് ഈ സ്ത്രീ റാറ്റ് റേസിന് പുറത്ത് കടന്നതിന് ശേഷം പിന്നെ ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് മേലെ ആ ഗെയിം മൊത്തം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ മറ്റുള്ള കളിക്കാരും ഇവരുടെ മകളൊക്കെ കളിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. Although I was glad they were all learning so much, I was disturbed by how much the adult did not know about the basics of simple accounting and investing. They had difficulty grasping the relationship between their income statement and their balance sheet. അതായത് ഈ ഒരു സ്ത്രീനെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വളർന്നു വലുതായിട്ട് ഇത്രയും എന്താ പറയുക ഉയർന്ന ജോലിയിലൊക്കെ ഇരിക്കുന്ന മറ്റു പല ആളുകൾക്ക് പോലും അവരുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻകം ഷീറ്റും തമ്മിലുള്ള ഒരു ബാലൻസ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു സ്ത്രീനെ അത്ഭുതപ്പെടുത്തി. Bought and sold asset had trouble remembering that each transaction could impact their monthly cash flow. I thought, how many millions of people are out there in the real world struggling financially only because they have never been taught these subjects. അതായത് നമ്മുടെ ജീവിതത്തിൽ ആ സ്ത്രീ ആലോചിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക സാമ്പത്തികമായി നമുക്ക് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല ആളുകൾക്കും വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യാൻ അറിയാതെ വരുമാനത്തെക്കാളും കൂടുതൽ ചിലവ് ചെയ്തതുകൊണ്ട് അവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി മാച്ച് ആവാതെ വരികയും അവർ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നു ഈ സ്ത്രീ ആലോചിച്ചെടുത്തു എന്ന് പറയില്ലേ. Thank goodness they are having fun and are distracted by the desire to win the game, I said to myself after Robert entered the contest. He allowed us 15 minutes to discuss and critique cash flow among ourselves. അതായത് അവർ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി അവർക്ക് എല്ലാവർക്കും ഒരു 15 മിനിറ്റ് സമയം കൊടുത്തു. അവരുടെ ആ ഒരു ക്യാഷ് ഫ്ലോൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള എതിരഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും യോജിപ്പുകളും ഒക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും 15 മിനിറ്റ് സമയം കൊടുത്തു സംസാരിക്കാനാണ് പറയുന്നത്. The business owner at my table was not happy. He did not like the game. I don't need to know this, he said out loud. I hire accountants, bankers and attorneys to tell me about this stuff. അതായത് അവിടെ ഒരു ബിസിനസ്സുകാരനും ഈ ഒരു ഗെയിം കളിക്കാൻ അന്നത്തെ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ഈ ക്യാഷ് ഫ്ലോനെ പറ്റിയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടോ ഇൻകം ഷീറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസിനെ അല്ലെങ്കിൽ അറ്റോർണി ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാഫുകളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട തന്നെ ഇരിക്കും, ഞാൻ സാമ്പത്തികമായി ഉയർന്നു തന്നെ ഇരിക്കും എന്നുള്ളൊരു ധ്വനിയിലാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. To which Robert replied, have you ever noticed that there are a lot of accountants who are in rich? അതിന് ആ ഒരു നമ്മുടെ റോബർട്ട് കിയോസാക്കി പറഞ്ഞൊരു മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ കാര്യം റെഡിയാണെങ്കിൽ പോലും ഈ ലോകത്തിൽ ഒരുപാട് അക്കൗണ്ടന്റുമാരുണ്ട്. അതായത് സമ്പത്തിനെടുത്ത് അമ്മാനമാടുന്ന ആളുകളാണ് അക്കൗണ്ടൻസ് എന്നാണ് ഇവർ പറഞ്ഞതല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ അക്കൗണ്ടന്റുമാരും പൈസക്കാരാവേണ്ടതല്ലേ? അവർക്ക് പൈസ എന്ത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ അല്ലേ? And bankers and attorneys and stockbrokers and real estate brokers, they know a lot and for the most part are smart people, but most of them are not rich. അതായത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഇല്ലയെന്ന് ആരും പറയുന്നില്ല. അവർക്ക് നല്ല വിവരമുണ്ട്, സാമ്പത്തികമായി നല്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കറക്റ്റായിട്ട് അറിയാം. അവർ സ്മാർട്ട് പീപ്പിളാണ്, അല്ല കിടിലൻ ഉഷാർ ആളുകളാണ്. പക്ഷേ എല്ലാവരും റിച്ച് ആയിട്ടുള്ള ആളുകളല്ല. Since our school do not teach the people what the rich know, we take advice from these people. But one day you are driving down the highway, stuck in traffic, struggling to get to work, and you look over to your right side and you see your accountant stuck in the same traffic jam. അതായത് നമ്മളൊരു ദിവസം നമ്മുടെ ഒരു ഹൈവേ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ ട്രാഫിക് ജാമിൽ സ്റ്റക്കായി നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ വലതുവശത്ത് നിങ്ങളുടെ അക്കൗണ്ടൻറ്റ് ട്രാഫിക് ജാമിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് യു ലുക്ക് ടു ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് യു സീ യുവർ ബാങ്കർ ദാറ്റ് ഷുഡ് ടെൽ യു സംതിങ്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ബാങ്കറും ആ ട്രാഫിക് ജാമിൽ സ്റ്റക്കായി കിടക്കുന്നത്. ട്രാഫിക് ജാം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ട് അവർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
The computer programmer was also unimpressed by the game. I can buy software to teach me this. അതായത് ആ ടീമിൽ ആ ഗെയിം കളിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും പറഞ്ഞു എനിക്ക് ഈ ഗെയിമിൽ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഇത്തരത്തിലുള്ള ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എന്നെക്കൊണ്ട് വളരെ നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള പോലെ അദ്ദേഹം പറഞ്ഞിട്ടോ. The banker, however, was moved. I studied this in school, the accounting part, that is, but I never knew how to apply it to real life. Now I know. I need to get myself out of the rat race. But it was my daughter's comments that most touched me. I had fun learning. She said, I learned a lot about how money really works and how to invest. അതായത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാങ്കർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്, യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു സ്ത്രീയുടെ മകളും പറഞ്ഞു ഇത് വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, ജീവിതത്തിൽ എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം, പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു അമ്മയ്ക്ക് വളരെയധികം സന്തോഷം തോന്നിയെന്നാണ് പറയുന്നത് കേട്ടോ. Then she added, now I know I can choose a profession for the work I want to perform and not because of job security, benefits or how much I get paid. അതായത് ഈ ഒരു കളി കഴിഞ്ഞതോട് കൂടിയിട്ട് സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പ്രാധാന്യം, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായപ്പോൾ അവരുടെ മകൾ പറഞ്ഞൊരു മറുപടിയാണ് എനിക്കിനി ജീവിതത്തിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ആ ജോലിയുടെ ഒരു സ്റ്റെബിലിറ്റീൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ജോലിയുടെ പൈസ കിട്ടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു പ്രൊഫഷനാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ഒരു പിക്ചർ എനിക്ക് ഈ ഒരു ഗെയിം പറഞ്ഞു തന്നു എന്നാണ് ആ ഒരു കുട്ടി പറഞ്ഞിട്ടോ. And what this game teaches, I'm free to do and study what my heart wants to study, rather than study something because business are looking for certain job skills. If I learn this, I won't have to worry about job security and social security and the way most of my classmates already do. അതായത് ആ കുട്ടി പറഞ്ഞത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ബേസിക് തിയറി എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്ന എന്തും പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. പൊതുവെ എന്താ പറയുന്നറിയോ, നമ്മൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും ഇനിയിപ്പോൾ ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പൊതുവെ പറയുക ആടെ നഴ്സിങ്ങിന് പോക്കോ, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോക്കോ, അല്ലെങ്കിൽ MBAക്ക് പോക്കോ, BBAക്ക് പോക്കോ, ഇത്തരത്തിലുള്ള കുറേ സജഷൻസ് അവൻ പറയുന്നുണ്ടാവും. കാരണം എല്ലാവരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോളൂ, എഞ്ചിനീയർ ആയിക്കോളൂ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഉയർന്നൊരു ജോലി കിട്ടുകയും ശമ്പളം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ബുക്ക് വായിക്കുന്നതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ ഓർമ്മ വന്നപ്പോൾ പറയുന്നത് കേട്ടോ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവനും ഞാനൊക്കെ ഏകദേശം ഒരേ ഫീൽഡിൽ തന്നെയായിരുന്നു. ഞാൻ ഒരു മൾട്ടിനാഷണൽ ഫാർമ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൻ അതിനേക്കാളും നമ്മളെക്കാൾ ഉയർന്ന വളരെ ഉയർന്ന നിലയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ ഞാൻ ജോലി റിസൈൻ ചെയ്തു, ഞാൻ ഒരു ക്യാമറ മേടിച്ചിട്ട് ഫോട്ടോഗ്രാഫർ ആവാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അളിയ അന്നത്തെ കാലത്ത് ഒരു ഏകദേശം ഒരു 2008 2009 ഞാൻ പറയുന്നത്, അന്നത്തെ കാലത്ത് അവന് ഏകദേശം 15,000 സാലറി ഉണ്ട്. ഞാൻ പറഞ്ഞു അളിയ ഒരു 15,000 ശമ്പളമുള്ള ഒരു ജോലി കളഞ്ഞിട്ട്, ഇത്രയും നല്ലൊരു കമ്പനിയിൽ നിന്നുള്ള ജോലി കളഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ആ ഒരു ക്യാമറ, അവൻ്റെ കയ്യിൽ എല്ലാ പൈസയും കൊടുത്ത് ക്യാമറ മേടിച്ച് എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും കൂടി അസിസ്റ്റൻ്റായിട്ട് ഫ്ലാഷ് ലൈറ്റ് പിടിക്കാൻ ഇതിനൊക്കെ പോയി വളരെ കഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ ഞാൻ അളിയ ഒരു തെറ്റായ തീരുമാനമായി പോയില്ലേന്ന് തോന്നി. പക്ഷേ ഇന്ന് നമ്മൾ ഏകദേശം ആ പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്നു. ആ പ്രൊഫഷൻ്റേതായ ഗ്രോത്തുകൾ നമ്മൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു എന്താ പറയുക, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയ നിലയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവനക്ക് ഏകദേശം 3 സ്റ്റുഡിയോ സ്വന്തമായിട്ടൊന്നുണ്ട്. അവൻ പറഞ്ഞ് അളിയ എൻ്റെ പുറത്ത് കിടക്കുന്ന ഈ ബാഗ് വിറ്റ, അല്ലെങ്കിൽ ബാഗ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി മാർക്കിൽ മറച്ചു കൊടുത്താൽ തന്നെ ഒരു 15 ലക്ഷം രൂപ കിട്ടും. കാരണം അത്രയധികം സാധനങ്ങൾ, ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഇന്ന് അവൻ്റെ കയ്യിൽ വെറുതെ തോളത്ത് കിടക്കുന്ന ബാഗിലുണ്ട്. അപ്പോൾ അത്രയും ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർന്ന നിലയിലേക്ക് വരാനൊക്കെ ഒരു ക്യാമറാമാൻ എന്ന നിലയിൽ അവന് സാധിച്ചു എന്ന് പറയില്ല. അപ്പോൾ അതൊന്നും കോളേജിലോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ ആരും പറഞ്ഞില്ല, നീ നല്ലോണം പഠിച്ചൊരു ക്യാമറാമാൻ ആവും, ഫോട്ടോഗ്രാഫർ ആവും, നിനക്ക് ഉയർന്ന നിലയിൽ എത്താമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. നീ ഒരു എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, അല്ലെങ്കിൽ MBA പഠിക്കുക, നഴ്സിംഗ് പഠിക്കുക, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആവുക, അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കുക എന്നൊക്കെ മാത്രമാണ് ആളുകൾ പറഞ്ഞു തരിക അല്ലേ. I was not able to stay and talk with Robert after we had played the game, but we agreed to meet later to further discuss his project. I knew he wanted to use the game to help others become more financially savvy, and I was eager to hear more about this plan. അതായത് ആ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ റോബർട്ട് കിയോസാക്കിക്കും ഈ ഒരു ലേഡിക്കും അധികം സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു നമുക്ക് വേറൊരു ദിവസം എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടുമുട്ടാം, സംസാരിക്കും. ഈ ഒരു ഗെയിം മറ്റുള്ള ആളുകൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, ഒരുപാട് ആളുകൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള പറ്റിയിട്ടുള്ള പ്ലാനുകളൊക്കെ ഇവർ സംസാരിക്കാമെന്നാണ് ഇവർ തീരുമാനിച്ചു കേട്ടോ. My husband and I set up a dinner meeting with Robert and his wife within the next week. Although it was our first social get-together, we felt as if we had known each other
for years. അതായത് റോബർട്ട് കിയോസാക്കിയുടെ വൈഫും റോബർട്ട് കിയോസാക്കിയും കൂടി ഈ ഒരു സ്ത്രീയും ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനും കൂടി ഒരുമിച്ച് കൂടി അവരൊരു ഡിന്നറിന് പുറത്ത് പോയി. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളുകളെ പോലെയാണ് അവർ സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതായത് രണ്ടുപേരുടെയും വേവ് ലെങ്ത് ഏകദേശം ഒന്നായിരുന്നു എന്നാണ് അവർ കാണിക്കുന്നത് കേട്ടോ. We found out we had a lot in common. We covered the gamut from the sport and play to the restaurant and socio-economic issues. We talked about the changing world. We spent a lot of time discussing how most Americans have little or nothing saved for retirement, as well as the most bankrupt states of Social Security and Medicare. Would my children be required to pay for the retirement of 70 million baby boomers? We wonder if people realize how risky it is to depend on a pension plan. അതായത് അവർ അമേരിക്കയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർ അമേരിക്കയിലുള്ള ജനങ്ങളെ പറ്റിയിട്ട് അവരുടെ ആളുകൾ പെൻഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും പെൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പെൻഷൻ കൊണ്ട് ജീവിക്കുക, പെൻഷൻ കിട്ടുക. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും വയസ്സാങ്കാലത്ത് പെൻഷൻ കിട്ടുമെന്ന് പറയും. അതായത് കഷ്ടപ്പെട്ട് ഒരു 20-30 കൊല്ലം ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ആ ഒരു പെൻഷൻ പ്ലാന് പകരം നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ആളുകൾ പെൻഷന് പറ്റി ചിന്തിക്കാതെ അതിനേക്കാൾ ഉയർന്ന തലത്തിൽ സാമ്പത്തികമായിട്ട് എങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. Robert's primary concern was the growing gap between the haves and have-nots in America and around the world. A self-taught, self-made entrepreneur who traveled the world putting investment together, Robert was able to retire at the age of 47. ഈ റോബർട്ടിന് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസേൺ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോകത്ത് യാത്രകളൊക്കെ ചെയ്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. 47-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. He knows that the world has changed, but education has not changed with it. According to Robert, children spend years in an antiquated educational system, studying subjects they will never use, preparing for a world that no longer exists. അതായത് നമ്മളിന്നും പിന്തുടരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ 60 വർഷങ്ങൾക്ക് മുൻപോ ചിട്ടപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അപ്പോൾ അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസരിച്ച് ഫോളോ ചെയ്ത് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ജോലികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കാലം ഒരുപാട് മാറി. ലോകം മൊത്തത്തിൽ മാറിയെങ്കിൽ പോലും ഇന്നും നമ്മുടെ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നും നമ്മൾ ആ ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാലം മാറിയതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇല്ലാതാവുമെന്നാണ് പറയുന്നത് കേട്ടോ. Today, the most dangerous advice you can give a child is go to school, get good grades and look for a safe, secure job. He likes to say that is old advice and it's bad advice. If you could see what is happening in Asia, Europe, South America, you would be as concerned as I am. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത് സ്കൂളിൽ പോവുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടി നല്ല ഒരു കമ്പനിയിൽ നല്ല ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാവുക, നല്ല ജോലി കിട്ടി നല്ല ശമ്പളത്തോട് ജീവിച്ച് നല്ല പെൻഷനോട് കൂടി ജീവിക്കുക എന്നുള്ള ഒരു വളരെ മോശമായ ഒരു ഉപദേശമാണ് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പറയില്ല. അപ്പോൾ പല കുട്ടികൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ട്രഡീഷണലായിട്ട് മാതാപിതാക്കൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. It's a bad advice, he believes, because if you want your child to have a financially secure future, they can't play by the old set of rules. It's just too risky. I asked him what he mean by old rules. അതായത് റോബർട്ട് കിയോസാക്കി പറയാണ്, നിങ്ങൾ നന്നായി പഠിച്ച് മാർക്ക് നേടണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റിസ്കി അഡ്വൈസാണ്, ബാഡ് അഡ്വൈസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വൈസ് വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചിട്ടോ, ഈ ഒരു സ്ത്രീ തിരിച്ചവരോട് ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ഓൾഡ് റൂൾസ്? അതായത് എന്താണ് ഈ പഴയ നിയമങ്ങൾ അല്ലെങ്കിൽ പഴയ റൂൾസ് എന്ന് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. People like me play by a different set of rules from what you play by, he said. What happens when a corporation announces a downsizing? People get laid off, I said. Families are hurt, unemployment goes up. Yes, but what happens to the company, in particular a public company on the stock exchange? The price of the stock usually goes up when the downsizing is announced, I said. The market likes it when a company reduces its labor cost either through automation or just consolidating the labor force in general. അതായത് അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്.
എന്താണ് നിങ്ങൾ ഈ പഴയ റൂൾസ് എന്ന് ഉദ്ദേശിച്ചതെന്ന് ആ സ്ത്രീ ചോദിച്ചല്ലോ. അപ്പോൾ റോബർട്ട് കിയോസാക്കി അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനി ആളുകളെ വെട്ടിച്ചുരുക്കുന്നു, ജോലിക്കാരെ വെട്ടിച്ചുരുക്കുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ പൊതുവെ എന്താണ് സംഭവിക്കുക? ഒരു ജോലിക്കാരനെ വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ കുറേ ആളുകളുടെ ജോലി നഷ്ടപ്പെടും, കുറേ കുടുംബങ്ങൾ കഷ്ടപ്പാടിലാവും, പട്ടിണിയിലാവും, ദാരിദ്ര്യത്തിലാവും, അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാതാവും. അങ്ങനെയാണ് സമൂഹത്തിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്നത്തെ നിലയിൽ ഈ തൊഴിലാളി വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അത്തരത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ മാറി ചിന്തിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൗൺ സൈസിങ് ചെയ്തത് അല്ലെങ്കിൽ ഈ ജോലിക്കാരെ പിരിച്ചുവിട്ട ഒരു നടപടി ആ കമ്പനീനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ മാർക്കറ്റിൽ കൂടുകയാണ് ചെയ്തത്. കാരണം ഡൗൺ സൈസിങ് ചെയ്തു, സ്റ്റാഫുകളുടെ എണ്ണം കറക്റ്റാക്കി, അല്ലെങ്കിൽ ആ കമ്പനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റാഫുകളെ കുറച്ച് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് കമ്പനി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് മാർക്കറ്റിന് നേടുന്നത്. അപ്പോൾ മാർക്കറ്റിന് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കുന്ന കമ്പനികളോടുള്ള ഒരു ഇഷ്ടം കൂടുതലാണ്, അവരുടെ ഷെയർ വാല്യൂ കൂടുതലാണ്. ആ കമ്പനി നടത്തുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഈ ആളുകളെ കുറച്ചത് കൊണ്ട് പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. That's right, he said, and when the stock price goes up, people like me, the shareholders, get richer. That is what I mean by different set of rules. Employee lose, owners and investors win. Robert was describing not only the difference between an employee and employer, but also the difference between controlling your own destiny and giving up that control to someone else. But it's hard for most people to understand why that happens. I said, they just think it's not fair. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പരിഷ്കരണമൊക്കെ നടക്കുന്ന സമയത്ത് ആ കമ്പനി മുതലാളിമാർക്കും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനുമാണ് പ്രോഫിറ്റ് ഉള്ളത്, തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും നഷ്ടമാണുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു മുതലാളി തൊഴിലാളികളുടെ വ്യത്യാസം മാത്രമല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി കഷ്ടപ്പെടണോ, വേദനിക്കണോ, ഉയർന്നു പോകണോ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു കൺട്രോൾ നമ്മൾ എന്തിന് മറ്റുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക വരുമാനങ്ങൾ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ നോക്കി വേറിട്ട് ചിന്തിച്ചിട്ട് സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി കൈവരിച്ചുകൂടെ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മീനിങ് ആണ് അദ്ദേഹം അതിനകത്ത് നിന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഏകദേശം 3 പേജാണ് നമ്മൾ വായിച്ചിട്ടോ. 4ാമത്തെ പേജിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. നമ്മളിപ്പോൾ 5ഉം 6ഉം 7ഉം പേജുകൾ വായിച്ചിട്ടുണ്ട്. 3 പേജായിട്ട് ചുരുങ്ങിപ്പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം കൂടി പറയുന്നത് കൊണ്ട് ആണ് ഇത്ര സമയം കൂടി പോകുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 18-19 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ 3 പേജ് നിങ്ങൾ കേട്ട് നോക്കാം. ഇതിൻ്റെ ബാലൻസ് പാർട്ട് 3 നമ്മൾ അടുത്ത എപ്പിസോഡിൽ വായിക്കുന്നതായിരിക്കും. ഇനിയും അതായത് 3 പേജ് പോരാ, ഇനിയും കൂടുതൽ വായിക്കണം. നമ്മൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയാലും കൊള്ളില്ല, ഒരു 30 മിനിറ്റ്സ് ആയാലും വീഡിയോ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 എന്നുള്ളത് 4 പേജോ 5 പേജായിട്ട് വായിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അരമണിക്കൂർ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ പേജുകളുടെ എണ്ണം കൂടുന്തോറും നമ്മൾ ഈ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു സമയം കൂടി കുറഞ്ഞു വരും. പെട്ടെന്ന് നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് നിങ്ങൾ തരുന്നൊരു ഫീഡ്ബാക്കായിട്ട് എനിക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.